യഥാർത്ഥത്തിൽ ശിക്ഷ പ്രഖ്യാപിച്ചതിൽ ഞങ്ങൾക്ക് തൃപ്തിയില്ല. ഞങ്ങൾ ആദ്യം തന്നെ ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിഫൻസ് പറഞ്ഞിരുന്നു. ആ ഡിഫൻസിൽ എങ്ങനെയാണ് കോടതി ആൻസർ ചെയ്തിട്ടുള്ളതെന്ന് നോക്കാനുണ്ട്. പക്ഷേ ഏറ്റവും മിനിമം പണിഷ്മെൻ്റാണ് എല്ലാവർക്കും കൊടുത്തിട്ടുള്ളത്. സ്റ്റാറ്റ്യൂട്ടിൽ പറയുന്ന മിനിമം പണിഷ്മെൻ്റാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇനി ഒരുപാട് സ്റ്റേജസ് ഉണ്ടല്ലോ. 2 സ്റ്റേജുണ്ട്. ഹൈക്കോടതിയുണ്ട്, സുപ്രീം കോടതിയുണ്ട്. എന്തായാലും ഒരു അപ്പലേറ്റ് സ്റ്റേജിൽ ഈ എവിഡൻസ് എല്ലാം അപ്രീഷിയേറ്റ് ചെയ്യുമല്ലോ, അപ്രീഷിയേറ്റ് ചെയ്യും അപ്പലേറ്റ് സ്റ്റേജിൽ. സ്വാഭാവികമായിട്ടും ഒരു അക്വിറ്റൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഐ എം വെരി കോൺഫിഡൻറ്റ്. അക്വിറ്റൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു 1 to 6, പ്രത്യേകിച്ച് 2 to 6. അവർക്ക് വളരെ ചെറിയ മൈനർ റോൾ മാത്രമേ ഉള്ളൂ. പക്ഷേ 120B ഫൈൻഡ് ചെയ്തു. 120B ഫൈൻഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അതിൻ്റെ ക്ലച്ചിൽ അവരെല്ലാവരും വന്നു കഴിഞ്ഞു. അങ്ങനെയാണ് ഈ 20 കൊല്ലം എന്നുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. പക്ഷേ ഇതിനകത്ത് പ്രോസിക്യൂഷൻ കടുത്ത പരാജയമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരുപക്ഷെ ലോകത്തിലെ ക്രിമിനൽ ട്രയലിൻ്റെ ചരിത്രത്തിൽ പ്രതിയുടെ കയ്യിൽ നിന്ന് പ്രതിക്കെതിരെ തെളിവ് ചോദിച്ച് തെളിവ് മേടിച്ച് അതിൽ നിന്ന് ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയ കേസാണിത്. അതായത് പൾസർ സുനിയുടെ വക്കാലത്തിൽ മെമ്മറി കാർഡ് ആലുവ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പൾസർ സുനിയുടെ വക്കാലത്തിൽ പൾസർ സുനിയുടെ അഭിഭാഷകൻ ഹാജരാക്കി. അവിടെ നിന്നാണ് മെമ്മറി കാർഡ് പോലീസ് എടുക്കുന്നത്, ഇൻവെൻ്ററി തയ്യാറാക്കി. അപ്പോൾ പൾസർ സുനിയുടെ അഭിഭാഷകനെ വിസ്തരിച്ചാൽ അതിൻ്റെ അർത്ഥം പൾസർ സുനിയെ കൂട്ടിൽ കയറി വിസ്തരിക്കുന്നതിന് തുല്യമാണ്. അപ്പോഴാണ് ഭരണഘടനയുടെ 20(3) എന്ന് പറയുന്ന നോ പേഴ്സൺ ഷാൽ ബി കമ്പൽഡ് ടു ബി വിറ്റ്നസ് അഗെയിൻസ്റ്റ് ഹിംസെൽഫ്, നോ അക്യൂസ് ഷാൽ ബി കമ്പൽഡ് ടു ബി എ വിറ്റ്നസ് അഗെയിൻസ്റ്റ് ഹിംസെൽഫ് എന്ന ഫണ്ടമെൻ്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യുന്നത്. ആ റൈറ്റ് വയലേറ്റ് ചെയ്താൽ ഒരു ട്രയലും നിൽക്കത്തില്ല. അത് ഫണ്ടമെൻ്റൽ റൈറ്റാണ്. ദാറ്റ് മീൻസ് ആർട്ടിക്കിൾ 21 പറയുന്ന റൈറ്റ് ടു ഫെയർ ട്രയലാണ്. റൈറ്റ് ടു ഫെയർ ട്രയൽ വൺ ഓഫ് ദ ഫാസറ്റ് ഓഫ് റൈറ്റ് ടു ലൈഫാണ്. ആ റൈറ്റ് ടു ഫെയർ ട്രയൽ ഡിനൈ ചെയ്തു എന്നുള്ളതാണ് ഈ കേസിലെ ഏറ്റവും മർമ്മപ്രധാനമായ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ സബ്സ്റ്റാൻഷ്യൽ ക്വസ്റ്റ്യൻ ഓഫ് ലോ. ഞങ്ങളത് റേസ് ചെയ്തിട്ടുണ്ട്, ഇവിടെ തന്നെ റേസ് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് കോടതി എന്തു പറയുന്നു എന്ന് കേൾക്കാൻ ഞങ്ങൾക്ക് ആകാംക്ഷയുണ്ട്.